അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു നമ്മുടെ സഫീർ. അതെ, അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ. എന്നാൽ ഈ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആഷി വിളിക്കുന്നു. ഹലോ സഫീർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എവിടെ? ഞാനിവിടെയുണ്ടടാ. പിന്നെ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. റിസ്വാൻ വക്കീലിനെ കണ്ടാൽ എന്തൊക്കെ തന്നെയാലും എൻ്റെ നന്ദി പറയാൻ കേട്ടോ. ഇനി അവർക്ക് എത്ര ക്യാഷാണ് വേണ്ടത് വെച്ചാലും അതും നൽകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു വിഷയവുമില്ല കേട്ടോ. എൻ്റെ പൊന്ന് സഫീറെ, റിസ്വാൻ വക്കീൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളെയല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കൊടുത്താൽ തന്നെ അത് പാവങ്ങൾക്കെങ്ങാനും കൊടുക്കുക എന്നല്ലത് ഒരിക്കൽ പോലും അവർ വക്കീൽ വാദിച്ച ക്യാഷുമായിട്ട് ഒരിക്കലും അവരിത് ഉപയോഗിക്കാറില്ല. എടാ, എന്നാലും എന്നെ രക്ഷിച്ചില്ലേ? കാരണം അല്ലടാ, എന്തായി ജസീറിൻ്റെ കാര്യം? ജസീർ ഒളിവിലാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. ഒളിവിൽ പോകാലോ, അത്രക്കും ക്രൂരകൃത്യങ്ങളിൽ ചെയ്തു വെച്ചത്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് അത് സമയം പടച്ച റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും കണ്ടു കിട്ടും. എന്നാൽ ഈ സമയം ജസീർ അവൻ്റെ മേരിയോടൊപ്പമായിരുന്നു. ആ ദിവസം കഴിഞ്ഞ മേരിക്കും തന്നെ അല്ല, ഇന്നിപ്പോൾ എന്താ ധൃതിയൊന്നുമില്ലേ? അല്ലെങ്കിൽ വലിയ തിരക്കാണല്ലോ. അത് ഞാനിന്ന് 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓ അങ്ങനെ അല്ലേ? തിരക്കിടില്ല. എന്നിപ്പോൾ നിൽക്കുമ്പോഴേ ആളുകളും വിചാരിക്കൂലേ എന്തിപ്പോൾ ഇതെങ്ങനെയെന്നൊക്കെ. എന്താ നിനക്ക് ക്യാഷിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ക്യാഷിൻ്റെ കാര്യത്തിൽ നീ ഒരിക്കലും വിഷമിക്കേണ്ട. അവൻ കയ്യിൽ കരുതിയ ബാഗിൽ നിന്ന് ആ നോട്ട് കെട്ടെടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതല്ല നിനക്ക് ആവശ്യം, ഇത് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒന്നും പറയരുത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നല്ല. എങ്കിലും 1-2 ദിവസമൊക്കെ ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോഴേ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേക്കാം. അല്ല, ബുദ്ധിമുട്ടൊന്നല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. എന്നാൽ ക്യാഷ് കിട്ടിയപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞതായിട്ട് അവൻ ശ്രദ്ധിച്ചു. സോറി കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു മുഷിപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നും അല്ല. ഓ അങ്ങനെ. എന്നാൽ ജസീറിന് വരെ തോന്നിപ്പോയി. അതെ, അല്ലെങ്കിലും എവിടെയൊക്കെ നമ്മൾ ഒളിച്ച് താമസിക്കാൻ വിചാരിച്ചാലും അത് നടക്കണ കാര്യമല്ല. എല്ലാവരും 1 ദിവസം 2 ദിവസം തിരക്കിടുണ്ടാവില്ല. മൂന്നാമത്തെ ദിവസം എല്ലാവരുടെയും മനസ്സും മാറും. ഒരു നിമിഷം അവൻ ഓർത്തു ഓരോ കാര്യങ്ങളെ. എന്നാലും എൻ്റെ ഉമ്മ പോലും എന്നെ വിളിച്ചില്ലല്ലോ. അതാണ് എനിക്ക്. ഉമ്മാക്ക് വേണ്ടി ഞാൻ എത്ര കൂടെ നിന്നൊക്കെ ചെയ്തിരുന്നു. സഫീറിൻ്റെ കാര്യത്തിൽ വാദിക്കാൻ നിന്നിരുന്നു. ഇപ്പോൾ ഉമ്മ പോലും ഒന്ന് വിളിച്ചില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ നമ്പർ ഉമ്മക്ക് അറിയാം. ഈ രഹസ്യ നമ്പർ എനിക്കുണ്ടെന്ന്. പല നമ്പേഴ്സുണ്ട് ഉമ്മാൻ്റെ കയ്യിൽ, അറിയണമുണ്ട് അറിയാത്തതുണ്ട്. എന്നാലും നടക്കട്ടെ, സാരല്ല. എത്രയെന്ന് വിചാരിച്ചിങ്ങനെ ഒളിച്ചു കഴിയും? അവന് ശരിക്കും ആകപ്പാടെ ഒരു ദേഷ്യം വരികയായിരുന്നു. എന്നാൽ ഈ സമയം വക്കീലിനെ വിളിക്കുന്നു. അല്ല വക്കീലെ, എന്തായി? നിന്നെ ഇവിടെ ആകെ പോലീസ് തിരയുകയാണ്. നിൻ്റെ ഫോണിൽ ലൊക്കേഷൻ വെച്ചിട്ടൊക്കെ തിരയുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി നീ നിൻ്റെ നമ്പറൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ തൽക്കാലം പിടികിട്ടുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു പേര് ആരുടെ പേരിലുള്ള, ഈ ഒരു നമ്പർ ആരുടെ പേരിലുള്ളതാണ്? അതൊക്കെയുണ്ട് മോനെ. എൻ്റെ ആധാർ വെച്ചിട്ട് മാത്രമേ എനിക്ക് ഫോൺ നമ്പർ ചെയ്യാൻ പറ്റൂന്ന് അങ്ങനെ നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഒരിക്കലുമല്ല. ഇതിപ്പോൾ ആരൊക്കെ തന്നെ കണ്ടുപിടിക്കാനും ചാൻസ് ഇല്ല. ഇത് മറ്റൊരാളുടെ നമ്പറാണ്. ചുരുക്കി പറഞ്ഞാൽ വക്കീലും ഒളിവിലാണ്. അവർ 2 പേരും ഒളിവിൽ തന്നെയാണ്. അവർ മുന്നിലോട്ട് വരുന്നേയില്ല. കാരണം കള്ളക്കഥകൾ കെട്ടിച്ചമച്ചായിരുന്നു അവർ സഫീറിനെ ജയിലിലാക്കിയത്. എന്നാൽ സഫീറിനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവന്നത് നമ്മുടെ റിസ്വാന വക്കീൽ തന്നെയായിരുന്നു. എന്നാൽ ഈ സമയം ഹാദിയെ ഉപ്പ കൊണ്ടുവരാൻ വേണ്ടി വരികയാണ്. എന്നാൽ ആ ഉപ്പ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആഷി ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നില്ല. മോളെ ഹാദി, ഉമ്മ സ്നേഹത്തോടെ വിളിച്ചു. ഉമ്മ. മോളെ, മോളുടെ ഉപ്പ വന്നിട്ടുണ്ട്. ആണോ? അവൾ വീൽ ചെയർ തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉമ്മ അവളെ ഹെൽപ്പ് ചെയ്തു കൊടുത്തു. അതെ മോള് ഇവിടെ നിന്നോട്ടെ, അതിനെന്തോ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല.
എൻ്റെ ആയുഷ്യമോൾക്കും സന്തോഷമാണ് അവൾ ഇവിടെ ഉണ്ടാവുമ്പോഴേ. അവൾ ഇവിടെ നിന്നോട്ടെ. അല്ല, എൻ്റെ കുട്ടിയെ എനിക്ക് കാണിക്കണം എന്നൊന്ന്. എൻ്റെ കുട്ടി ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നല്ലോ. അവളുടെ കാലുകൾക്ക് അത്രക്കും വേദനാജനകമായൊരു സംഭവം, അവളുടെ കാലുകൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാം ഉണ്ടാക്കി തീർത്തതല്ലേ. സാരല്ല, എൻ്റെ കുട്ടിയെ ഞാൻ ചികിത്സിക്കും. എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോവാണ്. ശരിക്കും അതാ നമ്മുടെ ആഷി ഉസ്താദിൻ്റെ ഉമ്മാക്ക് ഹാദിയ പോകുന്നതിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. മോളെ ഹാദി, മോള് പോവുകയാണോ? അതെ ആഷി, ഉപ്പ വന്നില്ലേ, ഞാൻ പോട്ടെ. ആഷി ഉസ്താദ് ഞാൻ പറഞ്ഞോളാം. എന്നാൽ ശരിക്കും ഹാദിയക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഐഷു ഓടി വന്നു. ഹാദി പോവുകയാണോ? ഇൻഷാ അല്ലാ അസുഖമൊക്കെ മാറിയിട്ട് കോളേജിലേക്ക് വരണം കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ദുആ ചെയ്യണം കേട്ടോ. കാരണം ഉറപ്പില്ലല്ലോ എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നൊക്കെ. എന്തൊക്കെ തന്നെ നിങ്ങളൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയൂല. അങ്ങനെ അതാ ഉപ്പ പൊന്നുമോളെ കൂട്ടുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹാദിയ അതാ കാറിലേക്ക് ഹാദിയയെ ഉപ്പ കയറ്റി കൊടുക്കുന്നു. വീൽ ചെയർ എടുത്ത് ഡിക്കിയിലേക്ക് വെച്ചു. ഉപ്പ അവരോടെല്ലാം യാത്ര പറഞ്ഞു. ഞങ്ങൾ പോട്ടെ കേട്ടോ, ഇൻഷാ അല്ലാ പിന്നെ കാണാം. എന്നാൽ ആഷി ഉസ്താദിൻ്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹാദിയ പോയപ്പോൾ. ഐഷുവിൻ്റെ മുഖവും വല്ലാത്ത ചുവന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, എന്താ ഐഷു മോളെ, മോളെന്തിനാ കരയുന്നത്? ഒന്നുമില്ലമ്മ, എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരു കാര്യം. അതെ, പക്ഷേ അത് പിന്നീട് ഉപ്പ ഉപ്പ നമ്മളെ വീട്ടിൽ അതെ ആഷി ഉസ്താദിൻ്റെ ആഷിയെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നിരുന്നല്ലോ. അന്ന് അവൻ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ശരിയാണ് മോളെ, അന്ന് തന്നെ ഒരു പക്ഷേ അതങ്ങ് ഓക്കെ ആക്കിയിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. സാരല്ല, വിധി പോലൊക്കെ വരൂലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ഇത്രക്കും ക്രൂരനായൊരു ഭർത്താവല്ലേ അവളുടെ ജീവിതത്തിലെ. പാവാണ് റബ്ബേ. എന്നാൽ അതാ സഫീറിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു ആഷി ഉസ്താദ്. ആഷി ഉസ്താദ് ഓരോ കാര്യങ്ങൾ പറയണം. സഫീറേ, പോകാൻ സമയമായി, എനിക്ക് ഇനിയധികം ടൈമില്ല, പിന്നെ പഠനം പൂർത്തിയാക്കണം, അതായിരുന്നു ഉദ്ദേശം. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകുകയായിരിക്കും നല്ലത്. അതല്ലേ നല്ലത്? അല്ല, ഇനി എന്നെ വിളിപ്പിക്കൂ. എന്ത് കാര്യത്തിന്? എല്ലാം നീ നിരപരാധിയാണെന്ന് അവിടെ തെളിഞ്ഞു കഴിയുന്നതാണ്. പക്ഷേ കുറ്റവാളിയിൽ നിന്ന് ചിലതൊക്കെ ഇനി കിട്ടുവാനുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഒരു പക്ഷേ ഒരു കേസ് കൂടെ ഉണ്ടാകും. അപ്പോൾ ഹാദിയെ കൂടി നമുക്ക് ഹാജരാക്കി അത് കോടതിക്ക് മുമ്പാകെ വെളിപ്പെടുത്തണം. എന്നാൽ ശരി കേട്ടോ. പിന്നെ ആഷി, റിസ്വാന വക്കീൽ അവരെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളെ അങ്ങനെ ഒന്നും കാണാൻ കിട്ടില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ എല്ലാം ചെയ്യുകയാണ്. പിന്നെ അതിനിടയിൽ മജിസ്ട്രേറ്റ് എക്സാമും എഴുതുന്നുണ്ട്. അത് ജഡ്ജി ആവണം, അതാണ് അവളുടെ ആഗ്രഹം. എന്നാൽ അത് കേട്ട് ഒരു നിമിഷം അത് സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം. അതെ, റിസ്വാന ജഡ്ജി ആവണം. ചില തെറ്റുകളെല്ലാം അതവിടെ തുറന്ന് പറയണം. ഒരിക്കൽ പോലും കളവ് വിജയിക്കരുത്. ആരൊക്കെ കളവുകൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നാലും ഒരിക്കലും കളവ് വിജയിക്കരുത്. സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോരാടുവാനും വക്കീലിന് കഴിയണം. അതാണ് എൻ്റെ പ്രാർത്ഥന. എന്താ ആഷി, ഞാൻ ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ. ശരിയാണ്, അവൾ LLM ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് എക്സാം എഴുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ വൈകാതെ തന്നെ ഒരു ജഡ്ജിയായിട്ട് വക്കീലിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളായിട്ട് അവൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കൊക്കെ അവൾ ജഡ്ജി സ്ഥാനത്ത് എത്തിയിരിക്കും. ഇൻഷാ അല്ലാ സഫീറും ആഷിയും തിരിച്ച് ഈജിപ്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ സന്തോഷത്തോടെ അന്ന് ആഷി ഉസ്താദ് വീട്ടിലേക്ക് എത്തുന്നു. കുറച്ചധികം സാധനങ്ങളും മധുര പലഹാരങ്ങളും എല്ലാ ഐറ്റംസും അവൻ വാങ്ങിയിരുന്നു. അത് സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാലും അല്ലാ. അങ്ങനെ സന്തോഷത്തോടെ ആഷി ഉസ്താദ് അന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മോനായിരിക്കും ആഷി ഇന്നത് ലേറ്റ് ആയത്. മോനെ, ഉമ്മ. അസ്സലാമു അലൈക്കും. എന്താടാ ഇന്ന് നല്ല ഹാപ്പിയിലാണല്ലോ? ഒന്നുമില്ല ഉമ്മ. ഇതെന്താണ് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? എൻ്റെ പൊന്നു മോനെ, എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്? ഉമ്മ,
അതെ, നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും കഴിക്കണ്ടേ? അല്ല, ഇന്നെന്താ ഇത്ര സന്തോഷത്തിൻ്റെ ദിവസം? ഉമ്മ, എന്തൊക്കെ തന്നെയാലും നിരപരാധിയായ സഫീർ രക്ഷപ്പെട്ടല്ലോ. ജസീറിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ ലോക്കപ്പിലിടുമ്മ. അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അതെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണമല്ലോ. അത് മോനെ ശരി തന്നെയാണ്. തെറ്റ് ചെയ്തവർക്ക് ആരായാലും ശിക്ഷ ലഭിക്കണം. അത് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ശരി. ഉമ്മ, നല്ല സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ടേബിളിലേക്ക്. അവൻ അതെല്ലാം നിരത്തി. എൻ്റെ പൊന്നുമോനെ, എന്തിനാടാ ഇതൊക്കെ ഇത്രയധികം? ഉമ്മ, ഐഷുവിനെ വിളിച്ചു. എന്താ ഇക്കാക്ക നിങ്ങൾക്ക് ചെയ്തത്? ഇതെന്തിനതൊക്കെ? ഇന്ന് സ്വീറ്റ്സ് ആയിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള കേക്കൊക്കെ ആണല്ലോ. ഇതൊക്കെ ഇന്നെന്തിനാ കൊണ്ടുവന്നത്? പിന്നെ എപ്പോഴാടി കൊണ്ടുവരാം? നമുക്ക് ഹാപ്പിയുള്ള ദിവസമല്ലേ. ഹാദിയെ വിളിക്ക്. എന്നാൽ പെട്ടെന്ന് ഉമ്മയുടെയും ഐഷുവിൻ്റെയും മുഖം വല്ലാതായി. ഇക്കാക്ക, അത് എന്താ? ഹാദി എവിടെ? ഉറങ്ങിപ്പോയോ? ഇല്ല മോനെ, ഹാദിയെ ഓളൊപ്പം ഒന്ന് കൊണ്ടുപോയി. ശരിക്കും അവനക്ക് വല്ലാത്തൊരു വിഷമായത്. എന്തുമ്മാ? അതെന്താ എന്നോടൊരു വാക്ക് പറയാതെ? ശരിക്കും ആഷിയുടെ മുഖത്ത് അത് ശരിക്കും തെളിഞ്ഞു കണ്ടിരുന്നു ഉമ്മ. മോനെ, വിഷമിക്കണ്ട. ആ സന്തോഷമെല്ലാം അങ്ങ് ഇല്ലാതായി പോവുകയായിരുന്നു ചെയ്തത്. ആഷിയുടെ മുഖത്ത് സന്തോഷം അതങ്ങ് കുറഞ്ഞു പോയപ്പോൾ ഉമ്മാക്കും പെങ്ങൾക്കെല്ലാം അത് ശരിക്കും തിരിച്ചറിഞ്ഞു. ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമമായി. മോനെ, ഞാനത് പറയണം, നിന്നെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അങ്ങ് സാരല്ലുമ്മ. അല്ലെങ്കിലും ഞാൻ അവളങ്ങോട്ട് കൊണ്ടുവന്നു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ സാരല്ല, അവളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ പോയതല്ലേ, അത് സാരല്ല. എന്നാലും ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഉമ്മ, മോനെ വിഷമിക്കണ്ട, നീ വണ്ടി എടുക്ക്, മധുരപലഹാരങ്ങളൊക്കെ എടുത്തോ, സാധനങ്ങളൊക്കെ എടുത്തോ. എന്തോ ഉമ്മ, നമുക്ക് അവളുടെ വീട്ടിലേക്കൊന്ന് പോകാം. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായി. ഉമ്മ, അതേ മോനെ, ചെല്ലി. നിൻ്റെ കുട്ടിയുടെ മുഖം എനിക്ക് മനസ്സറിയല്ലോ. നിൻ്റെ മനസ്സാണ് നിൻ്റെ മുഖം, അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതെ ഇക്ക, അത് വേണ്ടുമ്മ. ഇനിയിപ്പോൾ അവർ പോയില്ലേ, സാരില്ലിക്ക. ഐഷുവിനും വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത് ഹാദിയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ തന്നെ ഹബീബ് ഉസ്താദിനെയും അതാ വിളിക്കുന്നു. ഹലോ ഉസ്താദേ, അത് പിന്നെ ഞങ്ങൾ ഹാദിയുടെ വീട്ടിൽ പോവാണ്. ഓ, അങ്ങനല്ലേ, ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ വരുന്നില്ലേ? ഇൻഷാ അല്ലാ നോക്കാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങാട്ടോ. അവർ അതെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയം, മോനെ, ഇതുകൊണ്ട് മാത്രം പോയിട്ടെന്താ? എന്തോ അമ്മ, ഇത് മിഠായി കൊടുക്കലൊന്നുമല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പോവല്ലേ. എന്നാൽ ഈ സമയം അവർ യാത്ര തിരിച്ചു. ഈ ഒരു വിവരം നേരെ നമ്മുടെ സഫീറിനോടും പറഞ്ഞു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ ഹാദിയുടെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. ഹാദിയുടെ ഉപ്പയായിരുന്നു വന്നത്. അല്ലാ മോനെ, നീയോ? സത്യം പറഞ്ഞാൽ നീ ഇല്ലാത്ത സമയത്താണ് ഞാൻ മോളെ കൊണ്ടുവന്നത്. വരി, ഏതായാലും സന്തോഷത്തോടു കൂടി. അപ്പോൾ വീട്ടുകാരെ എല്ലാം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി ഉപ്പാക്ക്. അതെ, എൻ്റെ മോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നതും. അങ്ങനെ അവർക്ക് മുന്നിൽ ആ പലഹാരങ്ങളും അതെല്ലാം നിരത്തി വെച്ചു. മോനെ, ഇന്ന് സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഹാദി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം വല്ലാതായി. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്തു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ സഫീറും അങ്ങോട്ടെത്തി. ചുരുക്കി പറഞ്ഞാൽ അറക്കൽ തറവാട്ട് വീട് പഴയ പോലെ തന്നെ സന്തോഷകരമാവാൻ തുടങ്ങി. അതെ, എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ഐഷു പുറത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. എന്താ ഐഷു? അത് മനസ്സിലായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതിൽ വരുന്നു നമ്മുടെ ഹബീബ് ഉസ്താദും. അങ്ങനെ ആഷി ഉസ്താദും ഹബീബ് ഉസ്താദും സഫീറും വീട്ടുകാരും കൂടി എല്ലാവരും അവിടെ നല്ലൊരു പാർട്ടി പോലെ തന്നെ നടത്തുന്നു. അത് ആ ഉപ്പാക്കും ഉമ്മാക്കും വളരെയധികം സന്തോഷമാവുകയാണ് ചെയ്തത്. എന്നാൽ ഈ കാഴ്ചയെങ്ങാനും ജസീർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? എന്തൊക്കെ തന്നെയാലും അവൻ ഒളിവിലായതുകൊണ്ട് തന്നെ ആർക്കും വല്ലാതെ പേടിയില്ല. അത് മാത്രമല്ല, അവൻക്കെതിരെ ലുക്കൗട്ട് നോട്ടീസും പ്രചരിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ സമാധാനമാണ്. അല്ലാ, അതെ, ഒരാളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ എന്ന് ആദ്യക്കില്ല. എന്തൊക്കെ തന്നെയും സന്തോഷത്തോടെ അവരെല്ലാവരും അവിടെ ഒത്തുകൂടി. ആ വലിയ വീട്ടിൽ സന്തോഷത്തോടെ അവരുടെ നിമിഷങ്ങൾ. എന്നാൽ ഹബീബ് ഉസ്താദ് അവിടുത്തെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഹാദിയ അവളുടെ അസുഖമെല്ലാം പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് മാറ്റണം. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ മോനെ. ദുആ ചെയ്യ്. നിങ്ങളൊക്കെ ദുആ മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക്. അതെൻ്റെ കുട്ടി ആഗ്രഹിച്ച ജീവിതം അതവൾക്ക് കിട്ടാതെ പോയതിലും വലിയ വിഷമായിരുന്നു. ഇൻഷാ അല്ലാ ഉപ്പ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചുരുക്കി പറഞ്ഞാൽ അറക്കൽ തറവാട് വീട്ടിൽ നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു കളിയാടിയിരുന്നത്. എന്നാൽ ഇനി ജസീറിനെ പൊക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമ്മുടെ വക്കീലിന് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.